കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ജയാസ് കിച്ചൻ്റെ രണ്ടാമത്തെ റെസ്റ്റോറൻ്റാണ് ഞാൻ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം എനിക്ക് തന്നെ ഇനാഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അന്ന് നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മുടെ കേരള സ്റ്റൈൽ ഒത്തിരി ചിക്കൻ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്തിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഒത്തിരി എന്താ പറയുക, എല്ലാ നാടുകളുടെയും ക്യൂസീൻസ് ഉണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് പ്രമാണിച്ച് എന്താണ് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഓക്കെ, ശരി. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. ജയപ്രകാശ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർ. Thank you so much. Thank you, Hari. That was so sweet. Over to Dhyan. Dhyan ne പറഞ്ഞതുപോലെ തന്നെ തത്വന്റെ രാജകുമാരൻ എന്ന വിശേഷിപ്പിക്കാവുന്ന ധ്യാനെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. And over to you, Dhyan, please. We are waiting to be heard. Over to Dhyan. വണ്ടി അത് പോയി. നമസ്കാരം. ഹലോ ദുബായ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഈ പെരുന്നാളിന്റെ അന്ന് ഇത്രയും ആൾക്കാര് നമ്മളെ കാണാൻ, നമ്മളെ കാണാൻ വേണ്ടി വന്നാണോ അതോ ഉദ്ഘാടനം കാണാൻ വേണ്ടി വന്നാണോ? ആണോ അതോ ഹണിയെ കാണാൻ വന്നാണോ? എന്തായാലും ദുബായിലെ കന്നി ഉദ്ഘാടനമാണ് എന്റെ. അതും ഒരു ഹോട്ടലിന്റെ ഉദ്ഘാടനം, കന്നി ഉദ്ഘാടനം. പെരുന്നാളിന്റെ അന്ന് ഹണിയുടെ കൂടെ ഇനി വെച്ചടി. ഒരുപാട് സന്തോഷം വരാൻ കഴിഞ്ഞതിൽ, നമ്മളെ ക്ഷണിച്ചതിൽ, നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ. ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദുബായിൽ നമ്മുടെ നാട്ടിൽ നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ ദുബായിൽ വണ്ടി പിടിച്ച് വരേണ്ട അവസ്ഥയാണ് കേരള ഫുഡ് കിട്ടണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഒരു ഹോട്ടൽ ദുബായിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ വെറുതെ കണ്ട് തുടങ്ങില്ല. കാരണം ഏറ്റവും കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ് ഹോട്ടൽ ബിസിനസ് എന്ന് പറയുമ്പോൾ. അപ്പം ജയാസ് കിച്ചൺ എല്ലാവിധ ആശംസകളും. രണ്ടാമത്തെ ബ്രാഞ്ച് വീണ്ടും പടർന്ന് പന്തലിക്കട്ടെ ദുബായ് മുഴുവൻ, അല്ലെങ്കിൽ UAE മുഴുവൻ. താങ്ക് യു സോ മച്ച്. We are moving on to നമ്മൾ പ്രതീക്ഷിച്ച നമ്മളുടെ ഇനാഗുറൽ സെറിമണിയിലേക്കാണ് പോകുന്നത്. We are moving on to the official inaugural function of Jayas Kitchen, which is the second outlet of Jayas Kitchen, opening in Karama. ഇന്ന് മുതൽ Jayas Kitchen, with all your blessings and creation, we are moving on to the official inaugural ceremony. Jayas Kitchen രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആൻഡ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹണി റോൾസ് along with our Dhyan Srinivasan and put your hands together for Hari, Dhyan and Jayas Kitchen. It's been inaugurated by them grandly. Nallar Kayadi, put your hands. Woohoo! Over to Nisha. Ladies and gentlemen, എനിക്കറിയാം എല്ലാവരെയും കൈ ഓക്യുപ്പൈഡ് ആണ് വിത്ത് യുവർ മൊബൈൽസ്. ലെറ്റ്സ് മേക്ക് എ നോയ്സ്. സൗണ്ട് കേൾക്കണില്ലല്ലോ. എവിടെ എല്ലാവരും ഉഷാറല്ലേ? യെസ്, താങ്ക് യു. ജിയാസ് കിച്ചന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം കൂടിയും പ്രാർത്ഥനയോടും കൂടിയും പ്രവർത്തനം ആരംഭിക്കുകയാണ്. എക്സ്പെക്ടിങ് എവരിവൺ സപ്പോർട്ട്. Look at here, 1 minute. Madam, ready, 1, 2, 3, come on. Okay, thank you. Come, please come. Go back. Hearty welcome to Jayas Kitchen, Karama branch. First lighting lamp ceremony ആണ്. Jayas Kitchen second outlet ആരംഭിക്കുകയാണ്. Video. Our favorite actor Dhyan Srinivasan, along with the beautiful Honey. and the managing director of Jayas Kitchen, Jayprakash sir. നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ് sir. Put your hands together please. Let it be a huge success as same as the Agushagara branch. The one and only managing director, our Jayprakash sir. His son
Managing Director of Lacquer Group of Companies as well. Lacquer Group of Companies in Andaluvera, Jaya's Kitchen Day, second outlet ആണ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. And let it be a huge success, same as the Avushagara branch. Thank you so much, honey, for being here again. And So, Mr. John, he is the operations in charge for Avushagara as well as in Karama branch. Put your hands together, please. With all the prayers in our mind. ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കി എനിക്കൊരു ചിരി. And it's our privilege to have Jan Srinivas. എന്താ ചെയ്യാ? Requesting our favorite JS Kitchen, Karama branch. ഒരു one success ആവട്ടെ as like Avushagara. That was honey at that time and now we have Jan Jetan. So double sabaki ആവട്ടെ. Oh! So sweet and that is the managing director, Mr. Jay Prakash, giving the sweets. ഒരു രണ്ട് വാക്ക് നമുക്ക് ഇവരിൽ നിന്നും കേട്ട് തന്നെ മുമ്പോട്ട് പോവാം. ഒത്തിരി സന്തോഷം വീണ്ടും ജയാസ് കിച്ചണിൽ എത്താൻ കഴിഞ്ഞതിൽ. ഫസ്റ്റ് ടൈം വന്നതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഭയങ്കര രസമുള്ള ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു അത്. ആൻഡ് അന്ന് വിതുൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾ എല്ലാവരെയും അന്ന് കാണാൻ കഴിഞ്ഞു. ഒത്തിരി സന്തോഷം. ആൻഡ് ഇവിടുത്തെ ഫുഡാണ് എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം. ഭയങ്കര ഡിലീഷ്യസ് ആയിരുന്നു. പക്ഷെ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല, കാരണം പെട്ടെന്ന് പോകേണ്ടി വരും. യെസ്, ഡെഫിനറ്റ്ലി. അപ്പം എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലേ, ലൈക്ക് മറ്റേ കിഴി കരാമ വരുമ്പോൾ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. അതെ, കുറച്ച് അധികം വെറൈറ്റീസ് ഉണ്ട്. അതെ, കിഴി ചിക്കൻ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തൊക്കെയോ വെറൈറ്റി ചിക്കൻ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ. കാരണം ഒരു ഭയങ്കരമായിട്ട് ഫുഡ് അടിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് പ്രതീക്ഷയുണ്ട്. നോക്കാം. അതിൻ്റെ കൂടെ ഇപ്പം ധ്യാൻ ചേട്ടൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത്രേ ഉള്ളൂ. അല്ല, വരാൻ കഴിഞ്ഞതിൽ ഞാൻ നേരത്തെ പറഞ്ഞു പുറത്ത് ആദ്യത്തെ ഉദ്ഘാടനമാണ്. അതൊരു ഹോട്ടലിൻ്റെ ആകുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാണ്. കാരണം നേരത്തെ ഹണി പറഞ്ഞു നമ്മൾ ഭക്ഷണപ്രിയനാണ്, ശരീരം കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ അതൊരു ഹോട്ടലിൻ്റെ കൂടെ ആകുമ്പോൾ ഇരട്ടി സന്തോഷം. അപ്പം പ്രത്യേകിച്ച് ഞാൻ എടുത്ത് നേരത്തെ പറയാൻ വിചാരിച്ചത് എന്ന് വെച്ചാൽ ദുബായിൽ ഒരു ഹോട്ടലിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അപ്പം ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡ്. അപ്പം തീർച്ചയായിട്ടും ഭക്ഷണം നല്ലതാണെങ്കിൽ മാത്രമേ ആൾക്കാർ വരുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ സംരംഭം വലിയൊരു വിജയമായി തീർന്നാൽ മാത്രമേ രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ഉള്ളൂ. അപ്പം ഇനി മൂന്നാമത്തെ ബ്രാഞ്ചിനും എന്നെ ഹണിനെയും തന്നെ വിളിക്കണം. അതാണ് വളർന്ന പന്തലിക്കട്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ തന്നെ അതിന്റെ ഭാഗമാണ്. അപ്പോൾ എന്തായാലും ഇത് നന്നാവണം. ഒരുപാട് എന്താ പറയുക, ആഗ്രഹമുണ്ട് ജെനുവിൻലി ഫുഡ് നന്നാവണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബാക്കി കഴിപ്പിലോട്ട് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് കിടക്കാം. നമ്മളൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ചേട്ടാ ഒരു ചെറിയ പീസ് കേക്ക്. Similarly, oh yes. Put your hands once again. ധ്യാൻ ചേട്ടാ, love you. കൈയ്യിൽ പോരെ കേട്ടോ, ശരിക്കും. എല്ലാവരുടെയും കൈകൾ ഫോണിലാണ്, കാരണം they are capturing this beautiful moment. അതുകൊണ്ടാണ് കൈയ്യിൽ കേൾക്കാത്തത്. മോൾ അവിടെ വരാമോ? മോളെ അവിടേക്ക് വരാമോ? ഹണി പ്ലീസ് ഒരു സ്വീറ്റ് നമ്മുടെ ജെബിഷേട്ടന് മതി. ആൻഡ് ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മളെ അഭൂഷകാരയിലെ ഹണി വന്ന സമയത്ത് ഇതേ ഹോട്ടലിന്റെ ഇനോഗ്രേഷൻ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി മക്കൾക്ക് പോലും അടുത്തേക്ക് കയറാൻ പറ്റാത്ത so we're happy that at least they made it. And moving on to the next one, and അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടേക്ക് പ്ലീസ് requesting the family members of Vijay Prakash to kindly join them. ഒട്ടുമാറി കാൽക്കൊരു വീരം
we are witnessing Dhyan and Honey at JS Kitchen. Oh, Dinisha. Thank you so Honey, much, honey, honey. and Dhyan, for joining with us on this beautiful occasion. Over to you, Honey. ഇത്രയും നേരം ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതിൽ പ്രത്യേകം സന്തോഷം. അവിടെ തന്നെ പോയിരുന്നു, ഞങ്ങൾ ഫുഡ് അടിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങളുടെ എല്ലാവരെയും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അടിപൊളി ഫുഡാണ്. എന്താണ് ചിക്കൻ മുഹമ്മദ്, പിന്നെ കുക്കർ ബീഫ്, അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞ കിച്ചണും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു. ലവ് യു ഓൾ. വീട്ടിൽ പോയിക്കൂടെ? സെൽഫിയാ? അയ്യോ.